രോഹിതര, സംസ്ഥാനത്ത് പോറ്റിയെ കയറ്റി എന്ന ഗാനത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഒരു അല്പം വർഗീയമാണെന്ന് പറയുന്നവർക്ക് തോന്നാം, എന്നാലും അത് വർഗീയമല്ല. അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. അതായത് ഇവർക്ക് പലർക്കും പല നീതിയോ, ഇതൊരു ഹിന്ദു മുസ്ലിം വേർതിരിവ് ഇതിലൂടെ അങ്ങനെയല്ല അത് നോക്കൂ. ഈ പൊറ്റക്കേറ്റിയിൽ യൂട്ടേൺ അടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സത്യപ്രതിജ്ഞകളാണ്. അതിൽ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ വിജയിച്ചു വന്ന, SDP അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന വാർഡുകളിലൊക്കെ അവർ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പേരിലും ശ്രീരാമന്റെ പേരിലും അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുടെ പേരിലും ഒക്കെ നടത്തിയ സത്യപ്രതിജ്ഞകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മീഡിയ വണ്ണിന്റെ കാർഡുകളാണ്. അവര് ന്യൂസ് കാർഡുകളിലും വെബ് പോർട്ടലുകളിലും ന്യൂസിലും ഒക്കെ കരമന അജിത് കുമാർ, അങ്ങനല്ലേ അദ്ദേഹത്തിന്റെ കരമന അജിത് കുമാർ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുന്നുകുഴിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അയ്യപ്പന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ വിവിധങ്ങളായ വിവാദങ്ങൾ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും ഇതിന്മേൽ ഈ അയ്യപ്പന്റെ പേര്, ശ്രീരാമന്റെ പേര്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആറ്റുകാൽ അമ്മയുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തവർക്കെതിരെ ഒരു വിഭാഗം ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സ്വാഭാവികമായിട്ടും ഹൈന്ദവ ധർമ്മത്തിൽ ജനിച്ചവർ, ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ, അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിൽ, ജീസസ് ക്രൈസ്റ്റിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിൽ, അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിൽ, എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന തരത്തിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നൊരു ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഇത് ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലൊക്കെ ഈ പറയപ്പെടുന്ന രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ഇതൊക്കെ ഒഴിവാക്കിയിട്ട്, ദൈവനാമത്തിലും ഒഴിവാക്കിയിട്ട് ഭരണഘടന തൊട്ട് ഭരണഘടനയുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്ന ആളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദൈവവിശ്വാസങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലാത്തവരുണ്ടാകാം. ഇപ്പോ അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ, അതായത് ഞങ്ങൾക്ക് ദൈവവിശ്വാസമില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ പകൽ സമയങ്ങളിൽ പറയും, കൊച്ചുവെളുപ്പം കാലത്ത് തലയിലൂടെ മുണ്ടിട്ട് പോയി ഭഗവാനെ തൊഴുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളുള്ള നാടാണ് ഇവിടെ. അവരൊക്കെ എന്തിനാണ് ഈ മീഡിയ അറ്റൻഷന് വേണ്ടിയാണ് ഇത് കൂടുതലും ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യടിക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ നടന്ന സംഭവം എന്താണ്, അവര് പലരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഗണഗീതം ഉറക്കപ്പാടി. എന്ത് ആവശ്യമാണത്? ഇവർ ഗണഗീതത്തെ, RSSനെ സംബന്ധിച്ചിടത്തോളം RSS പരമപൂജനീയമായി കാണുന്ന ഒന്നാണ് അവരുടെ ഈ പറയപ്പെടുന്ന ധ്വജവും ഗണഗീതവും ഒക്കെ. ആ ഗണഗീതത്തെ അത്തരം ഒരു വേദിയിൽ പാടി അതുകൊണ്ടൊരു തർക്കമുണ്ടാക്കി, വിതർക്കങ്ങൾ ഉണ്ടാക്കി ഒരു പ്രശ്നത്തിലേക്ക്, കലാപങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് അവർ സ്വയം ചിന്തിക്കേണ്ടതൊന്നല്ലേ? സ്വാഭാവികമായും ഒരു സംഘടന ഭാരതീയ ദർശനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആർഷഭാരത സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമരാജ്യം വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഹൈന്ദവ സംഘടന എന്ന നിലയിൽ RSS ഇതിന്റെ ഗണഗീതത്തെ പ്രചരിപ്പിച്ചോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. RSS ഭാരതത്തിൽ നിരോധിക്കാത്തിടത്തോളം കാലം ഗണഗീതം പാടാനുള്ള അവകാശം RSSന്റെ പ്രവർത്തകർക്കുണ്ട്. പക്ഷെ അത് എവിടെ പാടണം എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ബാക്കിയാവാണ്. ഇപ്പൊ നോക്കൂ, കടക്കൽ ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി പുഷ്പനെ അറിയാമോ പാടിയതിനെ എതിർത്തവരാണ് മലയാളി സമൂഹം. അതുപോലെ തന്നെയാണ് ഇത്തരം ഭരണഘടനാപരമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇത് നിങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഉപയോഗിച്ചോളൂ. ഇപ്പൊ BJPയുടെ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ അവരുടെ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവരൊരു ഭക്തിഗാനാലാപനം ഉണ്ടാവുമല്ലോ, ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. ആ ഈശ്വര പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, ഗണഗീതം പാടിക്കോളൂ, ആർക്കും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഭാരതാംബയുടെ ചിത്രം വെച്ചോളൂ നിങ്ങളുടെ ചടങ്ങുകളിൽ. ഇവിടെ പ്രശ്നമാകുന്നത് എവിടെയാണ്? ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് അനാവശ്യമായി ഇത് തിരികെ കയറ്റുമ്പോൾ അതിന്റെ പവിത്രതയല്ലേ നഷ്ടപ്പെടും? നിങ്ങൾ പവിത്രമായി കാണുന്ന, RSSകാരൻ പവിത്രമായി കാണുന്ന, അല്ലെങ്കിൽ BJPക്കാരൻ പവിത്രമായി കാണുന്ന ഗണഗീതത്തിന്റെയും ഭാരതാംബയുടെയും ഒക്കെ ബിംബങ്ങൾ ബാക്കിയുള്ളവരുടെ മനസ്സിൽ വികലമാവുകയാണ്, തമാശവൽക്കരിക്കപ്പെടുകയാണെന്നുള്ള ചിന്തയെങ്കിലും ഇവർക്ക് ഉണ്ടാകേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ രക്തസാക്ഷികൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ദൈവതുല്യമാണ് അവർക്ക് രക്തസാക്ഷികൾ. അപ്പോ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ ഈ പറയപ്പെടുന്ന രക്തസാക്ഷിത്വത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷക്കാരൻ മാത്രമാണോ? നിങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ, BJPക്കാരൻ വോട്ട് ചെയ്തതിൽ ഈ പറയപ്പെടുന്ന RSSന്റെ ആദർശങ്ങളെ പിന്തുടരുന്ന, BJPയുടെ ആദർശങ്ങളെ പിന്തുടരുന്ന BJPക്കാരൻ മാത്രമാണോ? ഒരു കോൺഗ്രസ്സുകാരനെ
സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വോട്ട് ചെയ്തത് ഇവിടുത്തെ നെഹ്റുവിൻ ആദർശങ്ങളെ, മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ പിന്തുടരുന്ന കോൺഗ്രസ്സുകാരൻ മാത്രമാണോ? അല്ല, സാധാരണക്കാരന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങളെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്തവരുണ്ട്. അത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് BJP കാരൻ വോട്ട് കിട്ടിയിട്ടുണ്ടാവാം, BJP കാരന്റെ കുടുംബത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരൻ വോട്ട് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഭരണഘടനാപരമായ രീതിയിൽ എന്താണോ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. ഒന്നുകിൽ ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ഇപ്പൊ നിലവിലുള്ള കാര്യത്തിൽ അത് എടുത്തതിനു ശേഷം നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങളുടെ സംഘടനയിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുവരാൻ നോക്കൂ. അയാൾ കൊള്ളാം, ഇയാൾ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്തോളം നമ്മുടെ നാടിനുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇയാൾക്കൊപ്പം നിൽക്കണമെന്നൊരു വലിയ സമൂഹത്തിന് തോന്നിക്കൊണ്ട് അവിടെ സമൂഹത്തെ വികസന പാതയിലേക്ക്, ക്ഷേമത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു പോയാൽ അപ്പോഴൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ദേ ഭാരതിൽ കുട്ടികൾ ഇത്തരത്തിൽ ഗണഗീതം പാടിച്ചതിന് അനുകൂലിച്ചിരുന്നവരാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതിനെതിരെ എതിര് നിൽക്കുന്നത്. നോക്കൂ, വേദികൾ വ്യത്യസ്തമല്ലേ? RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഗണഗീതമാണ് അഭ്യസിച്ചിട്ടുള്ളത്. അവർ പാടിയ ട്രെയിനിനുള്ളിലാണ്. അതിനിപ്പോ എന്താ ട്രെയിൻ എന്നുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിനെ പറ്റി അല്ല പറയുന്നത്. ഇത് ജനാധിപത്യ രീതിയിൽ ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്ന വേദിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മറ്റേത് നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്രിസ്മസ് കാലമല്ലേ, നമ്മൾ ബസ്സുകളിൽ പോകുമ്പോൾ ക്രൈസ്തവ ഭക്തിഗാനങ്ങളും ആഘോഷഗാനങ്ങളും ഇവിടില്ലേ? മറ്റാർക്കെങ്കിലും എതിർപ്പുണ്ടാകും? അതുപോലെ കണ്ടാൽ മതിയെന്നേ. അവർ ആ ഗണഗീതത്തിന് അത്രയും ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ കെബിൻ ഡയറക്റ്റായിട്ട് എയിം ചെയ്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അവരതിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല. പൊതുയിടങ്ങളിൽ പാടാനുള്ള പാട്ടായി അവരതിനെ കാണുന്നുണ്ടെങ്കിൽ RSS ആ സ്കൂളിൽ അതാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ അങ്ങനെ വിട്ടേക്കണം. ഒരു പാട്ട് ആസ്വദിക്കണമേ, ഒരു പാട്ട് അതിനെ ആസ്വദിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കാം, പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? എവിടെ കണ്ടാലും ഞാൻ കേട്ട് വയ്ക്കും. അതിന്റെ ഈണം ഇഷ്ടമാണെന്നേ. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് എങ്കിൽ പോലും ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയായി ഈ പോറ്റിയെ കയറ്റിയെ മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിനേക്ക് അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ വെറുതെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളെ ജനം തെരഞ്ഞെടുത്തു. ഞാൻ പറയാണ്, എല്ലാ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും അവസാനം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തോന്നൽ നിങ്ങളെ ആളുകൾ തിരഞ്ഞെടുത്തു. 1200 പേര് ഒരു ആവറേജ് ഒരു വാർഡിൽ ഗ്രാമപഞ്ചായത്തുകൾ വോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 1000 പേരുടെ വോട്ട്, നിങ്ങൾക്ക് ഒരു 500 വോട്ട് കിട്ടി നിങ്ങൾ ജയിച്ചു വന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ഓരോ വോട്ടറെയും, ഇനി വോട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവിടുത്തെ ആ വാർഡിൽ ജീവിക്കുന്ന ഓരോ ആളുകളെയും നിങ്ങളുടെ സ്വന്തം ആളുകളായി, നിങ്ങൾ വോട്ട് ചെയ്ത ആളുകളായി നിങ്ങൾ കാണാൻ പഠിക്കണം. വേർതിരിവുകളില്ലാതെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കാതെ, മതത്തിന്റെ വേർതിരിവില്ലാതെ, ജാതിയുടെ വേർതിരിവില്ലാതെ, സാമ്പത്തികമായ വേർതിരിവുകളില്ലാതെ, ലിംഗഭേദമില്ലാതെ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് കാണണം. കണ്ടിട്ട് അവർക്ക് വേണ്ടത്, എന്റെ ഒരു വിളിത്തുമ്പിൽ എനിക്കൊപ്പം നിൽക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും, ഞങ്ങളുടെ ജ്യേഷ്ഠനായി, സഹോദരനായി, അനിയനായി, അനിയത്തിയായി, ചേച്ചിയായി ഒക്കെ അയാൾ ഉണ്ടാകുമെന്നൊരു വിശ്വാസം അവിടെ ഉണ്ടായാൽ ആ വാർഡ് പിന്നെ വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ. ആ നാട്ടിൽ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ LDF സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വെട്ടിക്കുറച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉണ്ട്. ഇച്ചിരി പോകുന്ന ഫണ്ട് കൊണ്ടുള്ള റോഡ് വികസനം മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരാൻ വരാൻ നോക്കണം. നിങ്ങൾ അവിടെ സ്വന്തം കാലിൽ നിൽക്കാൻ, ഈ തൊഴിലുറപ്പ് പദ്ധതി നാളെ നിന്നു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക്, സഹോദരങ്ങൾക്ക്, വികലാംഗർക്കൊക്കെ സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമേ. നല്ല നല്ല കൂട്ടായ്മകളിലൂടെ പദ്ധതികൾ ഉണ്ടാകണം, നല്ല വഴികൾ ഉണ്ടാകണം, നല്ല നീന്തൽക്കുളങ്ങൾ ഉണ്ടാകണം, യുവാക്കൾക്ക് കളിക്കാൻ കളിക്കളങ്ങൾ ഉണ്ടാകണം, നല്ല ക്ലബ്ബുകൾ ഉണ്ടാവണം, വായനശാലകൾ ഉണ്ടാവണം, ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ആ നാടിന്റെ മുഖച്ഛായ മുഴുവൻ ഒറ്റ കൂട്ടായ്മയിലൂടെ പോകണം. അവിടെ ഓണവും ക്രിസ്തുമസും ഈ പറയപ്പെടുന്ന ബലിപെരുന്നാളും ഒക്കെ ഒരേ മനസ്സോടെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ജനതയെ വാർത്തെടുക്കണം. നിനക്ക് വോട്ട് ചെയ്തത്, BJP കാരൻ നിനക്ക് വോട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രമല്ല, അവിടുത്തെ ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വോട്ട് ചെയ്തില്ലെങ്കിലും അവൻ നിന്റെ വാർഡിലെ വോട്ടവകാശമുള്ള പൗരനാണ്. അവനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു നോക്ക്. നിങ്ങൾ പണ്ട് സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് കേക്ക് വാങ്ങിച്ചോണ്ട് പോകണം. നിങ്ങൾ കേക്കൊന്നും മേടിച്ചോണ്ട് പോണ്ട. എന്റെ മേലില പഞ്ചായത്തില് 15 വർഷമായ ഒരു വാർഡില് BJP ആണ് ജയിച്ചോണ്ട് ഇത്തവണ അവിടെ മാറി. കാരണം അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. അവിടുത്തെ BJPയുടെ നേതാവിന് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. അത് ഇത്തവണത്തെ ഇലക്ഷന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാ അയാൾ വിവേചനമില്ലാതെ ക്രൈസ്തവരെ ഹൈന്ദവരൊന്നും കാണാതെ എന്റെ നാട്ടുകാർ എന്ന നിലയിൽ അവരെ കണ്ടതുകൊണ്ടാ. ഇനി BJP കാരനാണെങ്കിലും ഇനി കോൺഗ്രസ്സുകാരനാണെങ്കിലും, നീ പിണറായി വിജയന്റെ വാർഡ് മെമ്പർ കോൺഗ്രസ്സുകാരനാണെങ്കിലും അത് പിണറായി സഖാവാണ്, വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് വിചാരിച്ച് ഇവിടെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അവിടെ ചെയ്യേണ്ടത് അയാൾ എന്റെ വാർഡിലാളാ, അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലണമേ. നാളെ നിന്റെ ജയം സുനിശ്ചിതമാണ്. അത്തരത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി മുന്നോട്ട് പോവുകയല്ല വേണ്ടത്.